Good morning, all of you. Have a nice day. We are moving to the next section, theorems on convergent sequences എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ സീക്വൻസ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറച്ച് സീക്വൻസും ബൗണ്ടഡ് സീക്വൻസും അങ്ങനെയുള്ള ഒരുപാട് സീക്വൻസ് ഒക്കെ പറഞ്ഞു. നമ്മൾ അതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് സീക്വൻസസ് എടുക്കുകയാണ്. എന്താണ് ആ സീക്വൻസസ്? കൺവേർജസ് ആയിട്ടുള്ള സീക്വൻസസിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കൺവേർജൻറ്റ് സീക്വൻസസിൻ്റെ ഓരോ പ്രോപ്പർട്ടീസുമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓരോ തിയറംസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. സോ എന്താണ് ഫസ്റ്റത്തെ തിയറം പറയുന്നത് നോക്കാം. യൂണീക്ക്നെസ് ഓഫ് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ എന്താ പറയണേ? എ സീക്വൻസ് ഇൻ ആർ ക്യാൻ ഹാവ് അറ്റ്മോസ്റ്റ് വൺ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ആറിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസിന് എത്ര ലിമിറ്റേ പാടുള്ളൂ? അറ്റ്മോസ്റ്റ് വൺ ലിമിറ്റ് എന്ന് പറഞ്ഞു അല്ലേ. എന്താ അറ്റ്മോസ്റ്റ് വൺ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒന്നിന് താഴെയുള്ള ലിമിറ്റ്. അതായത് ഒന്നിന് താഴെയുള്ള ലിമിറ്റ് എന്ന് പറയുമ്പോഴെന്താ, സീക്വൻസസിന് ലിമിറ്റ് ഇല്ലാത്ത കേസസ് വരാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഏതൊരു സീക്വൻസ് ഇൻ ആറിൽ എടുത്തു കഴിഞ്ഞാലും ആ സീക്വൻസിന് അറ്റ്മോസ്റ്റ് വൺ, അറ്റ്ലീസ്റ്റ് അല്ല അറ്റ്മോസ്റ്റ് വൺ ലിമിറ്റ് എന്ന് പറയും. ഒന്നല്ലെങ്കിൽ ഒരു ലിമിറ്റും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരുന്ന കാര്യമാണ്, എപ്പോഴാണ് ഒരു ലിമിറ്റും വരാത്ത കാര്യം അല്ലേ, ഒരു ലിമിറ്റും ഇല്ലാത്ത സിറ്റുവേഷൻസ് അല്ലേ. അപ്പോൾ നമുക്ക് കൺവേർജൻറ്റ് സീക്വൻസിന് മാത്രമേ ഒരു ലിമിറ്റ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഡൈവേർജൻറ്റ് സീക്വൻസിന് നമുക്ക് ലിമിറ്റ് പോയിന്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്താണ് എക്സാമ്പിൾ? അതായത് ലിമിറ്റ് പോയിന്റ് ഇല്ലാത്ത സീക്വൻസസ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയേണ്ടത്? ഡൈവേർജൻറ്റ് സീക്വൻസസ് ആണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത്. ഓക്കെ, കൺവേർജസ് ആയിട്ടുള്ള ഒരു സീക്വൻസിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരൊറ്റ ലിമിറ്റേ ഉണ്ടായിരിക്കുള്ളൂ. ആ ലിമിറ്റ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ലിമിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറയും. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ. നമ്മൾ എടുക്കുന്നത് റിയൽ നമ്പേഴ്സിലുള്ള സീക്വൻസസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമ്മളിപ്പോൾ റിയൽ നമ്പേഴ്സിൽ മാത്രം നിർന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ കൺവേർജൻറ്റ് സീക്വൻസ്, നമ്മളെടുത്ത സീക്വൻസ് കൺവേർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ ഇറ്റ് ഹാസ് നോ ലിമിറ്റ്, അതിനൊരു ലിമിറ്റും ഉണ്ടാവില്ല അല്ലേ. തിയറം ശരിയായി. എന്താണ്? ഇറ്റ് ഹാസ് അറ്റ്മോസ്റ്റ് വൺ ലിമിറ്റ്, ഒരു ലിമിറ്റോ. അറ്റ്മോസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 0, 1 അല്ലേ. അറ്റ്മോസ്റ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വരും? 0, 1, 2 എന്ന് വരും. അറ്റ്മോസ്റ്റ് 3 ആണെങ്കിൽ 0, 1, 3 അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അറ്റ്മോസ്റ്റ് 1 പറയുമ്പോൾ നമുക്ക് 0 ഉള്ള കേസ് ഇവിടെ ഡൺ, വി ആർ ഡൺ. ഇനി നമ്മൾ സപ്പോസ് ചെയ്യുകയാണ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എൻ ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ് എന്ന് പറയും അല്ലേ. നമ്മളൊരു സീക്വൻസ് എടുത്തു എക്സ് എൻ എന്ന് പറയുന്നത്, അതൊരു കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. കൺവേർജൻറ്റ് സീക്വൻസ് ആയിക്കഴിഞ്ഞാൽ അതിന് എന്ത് ഉണ്ടായേ പറ്റുള്ളൂ? ലിമിറ്റ് പോയിന്റ് ഉണ്ടായേ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, ആൻഡ് ദാറ്റ് ബോത്ത് x1 ആൻഡ് x2 ആർ ദ ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് എക്സ് എൻ എന്ന് പറയും. ഇപ്പം നമ്മൾ എന്തെടുക്കുകയാണ്? ഒരു സീക്വൻസ് എടുത്തു, ആ സീക്വൻസ് കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. അതിന് നമ്മൾ രണ്ട് ലിമിറ്റ് ഉണ്ട്. ഏതൊക്കെ രണ്ട് ലിമിറ്റ്? x1 ആൻഡ് x2 എന്ന് പറയുന്ന രണ്ട് ലിമിറ്റ് ഉണ്ട് എന്ന് എടുത്തു അല്ലേ. നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഒരൊറ്റ ലിമിറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് കാണിക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് എടുക്കുകയാണ്? രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഓഫ് ദാറ്റ് സീക്വൻസ് വിൽ ബി ഈക്വൽ ടു 1 ആൻഡ് ആൾസോ ലിമിറ്റ് ഓഫ് ദാറ്റ് സീക്വൻസ് വിൽ ബി ഈക്വൽ ടു 2 എന്ന് പറയാം അല്ലേ. ഇപ്പോൾ രണ്ട് സീക്വൻസിന് നമ്മൾ ലിമിറ്റ് x1 ആൻഡ് x2 എന്ന് പറയും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം പറയുന്നതാണ്, ദെൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയും. ഓക്കെ, ഏതെങ്കിലും ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എടുക്കുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ഏതൊക്കെയാണ്? k1 ആൻഡ് k2 എന്ന് പറയുന്നത്. അതായത് x1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ k1 ആൻഡ് x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ k2 എന്ന് പറയുന്ന രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റും. സച്ച് ദാറ്റ് ദ കണ്ടീഷൻ എന്തായിരിക്കും? ലിമിറ്റ് ഓഫ് xn ഈസ് ഈക്വൽ ടു 1, ലിമിറ്റ് ഓഫ് xn ഈസ് ഈക്വൽ ടു x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് xn മൈനസ് x1 വിച്ച് ഈസ് ലെസ് ദാൻ ഇപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, നമ്മൾ മോഡ് xn മൈനസ് ദാറ്റ് ലിമിറ്റ് വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് എപ്സിലോൺ ബൈ 2 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 0-നേക്കാളും ജസ്റ്റ് വലിയ ഒരു നമ്പർ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0-നേക്കാളും വലിയൊരു നമ്പർ തന്നെയായിരിക്കും. നമ്മളൊരു അറേഞ്ച്മെൻറ്റ്സ് ലാസ്റ്റ് നമുക്കൊരു അറേഞ്ച്മെൻറ്റ്സ് നടത്താറുണ്ട്. ആ അറേഞ്ച്മെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യണത്? എപ്സിലോൺ ബൈ 2 എന്ന് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ലിമിറ്റ് ഓഫ് xn വിൽ ബി ഈക്വൽ ടു x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മോഡ് xn മൈനസ് x2 വിച്ച് വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഓക്കെ,
അത്രയും നമ്മളവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ ചൂസ് ചെയ്യാണ് കെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ചൂസ് ചെയ്യാണ് മാക്സിമം ഓഫ് K1 ആൻഡ് K2 എന്നാണ്. നമുക്ക് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു K1 ആൻഡ് K2 എന്ന് പറഞ്ഞ്. ഇനി നമ്മൾ കെ എന്ന് പറയുന്നത് ചൂസ് ചെയ്യുന്നത് എന്താണ് മാക്സിമം വാല്യൂ K1ൻ്റെയും K2ൻ്റെയും മാക്സിമം വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്ന് പറഞ്ഞൂടെ. അതേമാതിരി തന്നെ അടുത്ത കണ്ടീഷനും പറയാൻ പറ്റും. കെ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2 എന്ന് പറയാൻ പറ്റും അല്ലേ. അതായത് നമ്മൾ മാക്സിമം ഓഫ് K1 ആൻഡ് K2 എന്ന് പറഞ്ഞാൽ അപ്പോൾ എപ്പോഴും എന്തായിരിക്കും K1 എന്ന് പറയുന്നത് K1-നെക്കാട്ടിലും K2-നെക്കാട്ടിലും വലിയൊരു നമ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ബോത്ത് എന്തായിരിക്കും മോഡ് XK മൈനസ് X1 ആൻഡ് മോഡ് XK മൈനസ് X2 ആർ ലെസ് ദാൻ ε/2 ആയിരിക്കും അല്ലേ. അതായത് നമ്മളിവിടെ കെ എന്ന് പറയും ഇവിടെ എക്സ് എൻ മൈനസ് X2 വിച്ച് ഇസ് ലെസ് ദാൻ ε/2 എന്നും ഇവിടെ എന്തായാലും മോഡ് XN മൈനസ് X1 വിച്ച് ഇസ് ലെസ് ദാൻ ε/2 നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ എന്നിന് ഇൻ പെർട്ടിക്കുലർ നമുക്ക് അതായത് എന്നിന് 1 കൊടുക്കുമ്പോൾ റിസൾട്ട് ട്രൂ ആവണം, എന്നിന് 2 കൊടുക്കുമ്പോൾ റിസൾട്ട് ട്രൂ ആവണം, എന്നിനൊരു 10 കൊടുക്കുമ്പോഴും റിസൾട്ട് ട്രൂ ആവണം. അങ്ങനെയാണെങ്കിൽ എന്നിനൊരു 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തേ പറ്റുള്ളൂ റിസൾട്ട് ട്രൂ ആയേ പറ്റുള്ളൂ. സോ ഇൻ പെർട്ടിക്കുലർ നമ്മൾ എന്നിന് കെ എന്ന് പറയുന്ന വാല്യൂ കെ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് മാക്സിമം ഓഫ് K1, K2 എന്നെടുത്ത് കഴിഞ്ഞാലും ഈ റിസൾട്ട് ട്രൂ ആയിരിക്കണം. സോ അതാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മോഡ് XK മൈനസ് X1 വിച്ച് ഈസ് ലെസ് ദാൻ ε/2 ആൻഡ് മോഡ് XK മൈനസ് X2 വിച്ച് ഈസ് ഓൾസോ ലെസ് ദാൻ ε/2 എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അവിടെ നിർത്തി. ഇനി നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്തുകൊണ്ടാണ് റിസൾട്ട് പറയുന്നത്. അതായത് ദെർഫോർ ബൈ ദ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ഈ സ്റ്റെപ്പിലാണ് നമ്മൾ പറയുന്നത്. ഈ സ്റ്റെപ്പ് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത്ര കാര്യമാണ്. ഇനി നമ്മൾ എടുക്കുന്നത് നമുക്ക് എന്താ കാണിക്കാനുള്ളത് X1ഉം X2ഉം ഈക്വൽ ആണെന്ന് നമ്മൾ രണ്ട് ലിമിറ്റ് ഉണ്ടെന്ന് കാണിച്ചു. പക്ഷെ നമ്മുടെ തിയറം പറഞ്ഞു യൂണീക്കായിട്ട് ഒറ്റ ലിമിറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ട് ലിമിറ്റ് ഉണ്ടെന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകണമെന്നാണ് പോകണം. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ മോഡ് X1 മൈനസ് X2 എന്ന് നമ്മൾ എടുത്തു. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ് ഒരു XK എന്ന് പറയുന്നത് ആഡ് ചെയ്യുകയും അതേമാതിരി തന്നെ ഒരു XK എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, എന്താ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് X1 മൈനസ് X2 ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ് പ്ലസ് XK ഞാൻ ആഡ് ചെയ്തു. അതേമാതിരി തന്നെ മൈനസ് XK അല്ലേ, വല്ല മാറ്റം ഉണ്ടോ? പ്ലസ് XKയും മൈനസ് XKയോടെയും ക്യാൻസൽ ചെയ്തു പോകും. എന്നിട്ട് നമ്മൾ ആ XKസിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ് മോഡ് XK മൈനസ് X2 മൈനസ് ഓഫ് XK മൈനസ് X1 എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തെടുത്തു. കാരണം ഓക്കെ, നമ്മൾ ആദ്യം പറയുന്നത് ഇവിടെ XK മൈനസ് X2 അല്ലേ, അതായത് ഈ രണ്ട് ടേമിനെ കൂടി നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ അതായത് ഇതിൽ നിന്നൊരു മൈനസും ഇവിടെ നമുക്ക് പ്ലസ് X1 ഉള്ളത്, അതിൽ നിന്ന് ഒരു മൈനസ് കൂടി പുറത്തേക്ക് എടുത്താൽ എന്താവും മൈനസ് ഓഫ് എന്ന് വരും. അങ്ങനെയാണ് XK മൈനസ് X1 എന്ന് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇവിടെയാണ് നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നത്. എന്താ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി? മോഡ് A പ്ലസ് ബി അല്ലെങ്കിൽ മോഡ് എന്തായി കഴിഞ്ഞാലും വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് A പ്ലസ് മോഡ് ബി എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇവിടെ ഏത് ടേം ആയിട്ട് എടുക്കുക? XK മൈനസ് X2 എന്ന് പറയുന്നതിന് ഒരു ടേം ആയിട്ടും XK മൈനസ് X1 അടുത്തൊരു ടേം ആയത് ബൈ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് XK മൈനസ് X2 പ്ലസ് മോഡ് XK മൈനസ് X1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? മോഡ് XK മൈനസ് X1 വിച്ച് ഈസ് ലെസ് ദാൻ ε/2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? ലെസ് ദാൻ ε/2 ആയിരിക്കും. ഓൾസോ ദിസ് ടേം വിൽ ബി ലെസ് ദാൻ ε/2. അടുത്ത ടേം എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെ വരിക? വിച്ച് ഈസ് ലെസ് ദാൻ ε/2 ആണ്. അത് പ്രകാരം നമ്മൾ എന്ത് പറയുകയാണ്? വിച്ച് ഈസ് ലെസ് ദാൻ ε/2 പ്ലസ് ε/2 എന്നത്. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? മോഡ് X1 മൈനസ് X2 വിച്ച് വിൽ ബി ലെസ് ദാൻ ε/2 പ്ലസ് ε/2. ε/2 പ്ലസ് ε/2 എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 2ε ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. 2 2 കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് അതെന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. ദെർഫോർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് താഴെ നിങ്ങൾ എഴുതി വെക്കുക തന്നെ വേണം. മോഡ് X1 മൈനസ് X2 വിച്ച് വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതണം അല്ലേ. ഇപ്പം ഇനി നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഒരു സ്മാൾ ആർബിട്രറി പോസിറ്റീവ് നമ്പർ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറയുകയാണ് ഒരു എപ്സിലോൺ എന്ന് പറയുന്നത് 0-നേക്കാളും വലിയൊരു നമ്പർ 0 ഒരു 10 ഡിജിറ്റ് 0 ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് 1 എടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്താണ് അപ്രോക്സിമേറ്റ്ലി അത് 0-നോട് അടുത്ത് വരുന്നത് തന്നെയാണ്. അപ്പോൾ അതൊരു ആർബിട്രറി ആയിട്ടുള്ള നമ്പറാണ്. സോ നമ്മൾ അത് 0 ആയിട്ട് തന്നെയാണ് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതായത് മോഡ് X1 മൈനസ് X2 വിച്ച് വിൽ ബി ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് വി വിൽ ഗെറ്റ് X1 മൈനസ് X2 വിൽ ബി ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് X1 ഇസ് ഈക്വൽ ടു X2 എന്ന് കിട്ടും അല്ലേ. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? X1ഉം X2ഉം ഈക്വൽ ആയിട്ട് മാറി അല്ലേ. ഇപ്പം നമ്മൾ എന്താ എടുത്തത്? രണ്ട് ഡിഫറെൻറ്റ് ലിമിറ്റ് ഏതൊരു റിയൽ നമ്പറിലുള്ള ഒരു കൺവേർജൻസ് സീക്വൻസ് എടുത്തു.
ആ സീക്വൻസിന് 2 ലിമിറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വന്നു. പക്ഷെ നമുക്ക് അവസാനം എന്താ കിട്ടി? ആ 2 ലിമിറ്റ് എന്തായിട്ട് വരികയാണ്? ഈക്വൽ ആയിട്ട് വരികയാണ് അല്ലേ? x1 is equal to x2 എന്ന് വരികയാണ്. Therefore we can conclude that every sequence in R has at most one limit എന്ന് പറയുന്നത് അല്ലേ? ഏതൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് അറ്റ്മോസ്റ്റ് 1 ലിമിറ്റ്, ഒരു ലിമിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത്രയായിരുന്നു നമുക്ക് അവിടെ ആ ഒരു തിയറം പറഞ്ഞിട്ടുള്ളത്. അടുത്ത തിയറം എന്ന് പറയുന്നത് ഓക്കെ, നമുക്ക് ആദ്യം ഒരു സീക്വൻസ് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ അങ്ങോട്ട് തരികയാണ് അല്ലേ? ലെറ്റ് എക്സ് ആൻഡ് ബി ദി സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സീക്വൻസ് കയ്യിൽ തന്നു. അപ്പോൾ ആ സീക്വൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കണം അത് കൺവേർജസ് ആണോ അല്ലെങ്കിൽ ഡൈവേർജസ് ആണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ ബേസിക് ഡെഫിനീഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, ചില സീക്വൻസിന് ബേസിക് ഡെഫിനീഷൻ ഉപയോഗിച്ച് കൊണ്ട് കഴിഞ്ഞാൽ നമുക്കത് കൺവേർജൻ്റ് ആണെന്ന് കാണിക്കാൻ പറ്റും അല്ലേ? ചിലത് നമുക്ക് നമ്മൾ പഠിച്ച മെത്തേഡ് ഒന്നും വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോഴൊന്നും ശരിയാവണുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വേറെ ഒരു മെത്തേഡ് പറയണം. അതേമാതിരി അതും വെച്ചിട്ടും ചെയ്ത് ശരിയാവണില്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കണം അല്ലേ? ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ലിമിറ്റൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യം ബേസിക് ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കും. അതിനുശേഷം കുറച്ച് റിസൾട്ട്സ് യൂസ് ചെയ്തിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാറുണ്ട്. അതും പറ്റാണ്ട് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ലോപിതാൽ റൂളൊക്കെ പഠിക്കുന്നത്, സെർട്ടൈൻ കൈൻഡ്സ് ഓഫ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. അതേമാതിരിയാണ് നമ്മുടെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ തിയറം 2.5 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ലെറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നത് അല്ലേ? എക്സ് എൻ എന്ന് പറയുന്നത് എന്താ? റിയൽ നമ്പേഴ്സിലുള്ള ഒരു സീക്വൻസും എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആറിലുള്ള ഏതോ ഒരു നമ്പർ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ എക്സ് എന്ന് പറയുന്നത് 0.5 അല്ലെങ്കിൽ 10.2 അല്ലെങ്കിൽ 100 എന്ത് വേണമെങ്കിലും ആവാം നമുക്ക്. ഓക്കെ, ദെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വാലൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറയുകയാണ് എക്സ് കൺവേർജസ് ടു എക്സ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇക്വാലൻ്റ് ആയിട്ട്, അതിനർത്ഥം എന്താണ്? അതിന് ഇക്വാലൻ്റ് ആയിട്ടാണ് നമുക്ക് അടുത്ത കണ്ടീഷൻ പറഞ്ഞത്. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that for all n greater than or equal to k the term xn will be satisfying the condition mod xn minus x which will be less than epsilon എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഓക്കെ, ഇനി ഈ കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് എന്താ പറയുക? എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രൂവ് ചെയ്താലും മതി, ഇതും ശരിയാണ്. ഇനി എക്സ് കൺവേർജസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷനും ഇതാണ്. അതിന് ഈ 4 കണ്ടീഷൻസ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നത്? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that for all n greater than or equal to k the term xn will be satisfying the condition x minus epsilon which is less than x plus epsilon നമുക്ക് പറയാൻ പറ്റും. അടുത്ത കണ്ടീഷനാണ് ഫോർ എവരി എപ്സിലോൺ നൈബർഹുഡ് ബി എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് റിയൽ നമ്പേഴ്സിൽ എവിടെയോ അടയാളപ്പെടുത്തി അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മാൾ നൈബർഹുഡ് ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ അല്ലേ? ഏതോ ഒരു നാച്ചുറൽ നമ്പർ കെ ഞാൻ ചൂസ് ചെയ്തു, അതിനുശേഷമുള്ള ഏതൊരു നാച്ചുറൽ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ദ എക്സ് എൻ എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കണം? ഈ എപ്സിലോൺ നൈബർഹുഡിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് സീക്വൻസ് വിൽ ബി കൺവേർജസ് ടു ദാറ്റ് പോയിന്റ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഇപ്പം നമ്മളൊരു സീക്വൻസ് ഇങ്ങനെ എഴുതുക. ഇപ്പോൾ സീക്വൻസ് നമ്മൾ എങ്ങനെ എഴുതാറ്? x1, x2, x3, എക്സെട്ര, x100, അങ്ങനെ പോകുന്നുണ്ട് അല്ലേ? അപ്പം ഞാൻ പറയുകയാണ് ഒരു നാച്ചുറൽ നമ്പർ ഞാൻ ചൂസ് ചെയ്യാണ്. എന്താണ് ആ സീക്വൻസ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് എന്ന് പറയുമായിരുന്നു എങ്കിൽ അല്ലേ? അപ്പോൾ ഞാൻ റിയൽ നമ്പേഴ്സിൽ 2 എന്ന് അടയാളപ്പെടുത്തി അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എപ്സിലോൺ, അതായത് ഒരു വി എപ്സിലോൺ ഓഫ് എക്സ്, എപ്സിലോൺ നൈബർഹുഡ് അതിൻ്റെ ചൂസ് ചെയ്തു. ഇനി ഞാൻ പറയുകയാണ് 100ന് ശേഷം 100 വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ കെ എന്ന് പറഞ്ഞില്ലേ? ആ നാച്ചുറൽ നമ്പർ ഞാൻ പറയുകയാണ് 100. അപ്പോൾ ഞാൻ 100 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100ന് മുകളിലുള്ള എല്ലാ എൻ വാല്യൂസിനും, അതായത് എക്സ് 100.1, എക്സ് 100.2, അങ്ങനെ എക്സ് 1000, അങ്ങനെ ഏത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ടേമൊക്കെ എന്തിലുണ്ടായിരിക്കണം? ഈ എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എക്സിൻ്റെ, അതായത് ആ എക്സിൻ്റെ ഈ നൈബർഹുഡിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും പോയിന്റിലോട്ടായിരിക്കും വരുന്നത് എന്നാണ് നമ്മൾ കൺസെപ്റ്റ് പറയുന്നത്. ഇപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പ്രൂഫൊക്കെ എങ്ങനെയാണ് പറയണേ നോക്കാം. നമ്മൾ ഫസ്റ്റത്തെ 2 കണ്ടീഷൻ അല്ലേ? എക്സ് കൺവേർജസ് ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ ദ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾമോസ്റ്റ് ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ് സീക്വൻസ് അല്ലേ? ഇവിടെ ഡയറക്റ്റ് ഡെഫിനിഷനാണ്. അപ്പം നമുക്ക് ഡയറക്റ്റീവ് ഡെഫിനിഷൻ പ്രകാരം എയും ബിയുടെയും നമുക്ക് പറയാൻ പറ്റും അല്ലേ? ദ ഇക്വാലൻസ് ഓഫ് ബി ആൻഡ് സി എന്ന് പറയുന്നത് എങ്ങനെയാണ് ബിയും സിയും ഇക്വാലൻ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത്
അതാണ് നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? മോഡ് എക്സ് എൻ മൈനസ് എക്സ് വിച്ച് വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മോഡ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ കെ എന്ന് പറയുകയാണെന്നുണ്ടായിരുന്നെങ്കിൽ മൈനസ് കെ വിച്ച് ഈസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ കെ എന്ന് നമുക്ക് എഴുതാം എന്ന് പറയുന്നത്. അപ്പം അതേമാതിരി ഇത് എഴുതുന്ന സമയത്ത് മോഡ് എക്സ് എൻ മൈനസ് എക്സ് വിച്ച് വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റുക? അതായത് മൈനസ് എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ എക്സ് എൻ മൈനസ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ അല്ലേ? ഈ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഇനീക്വാളിറ്റീൻ്റെ ഓരോ ടേമിൻ്റെ കൂടെ ഇതിൻ്റെ ഒക്കെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു പ്ലസ് എക്സ് ആഡ് ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ എന്ത് വരും? എക്സ് മൈനസ് എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ എൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് നമുക്ക് കിട്ടും അല്ലേ? മനസ്സിലായല്ലോ? ഈ സെൻറ്റർ ടേമിൽ എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് എക്സ്, അപ്പോൾ മൈനസ് എക്സും പ്ലസ് എക്സും കൂടിയും ക്യാൻസൽ ചെയ്ത് പോകും. ഇതല്ലായിരുന്നു നമ്മുടെ കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതായത് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഈ ഒരു കണ്ടീഷനിലോട്ട് എത്തി. ഇനി ഈ കണ്ടീഷനിൽ നമുക്ക് എന്ത് കണ്ടീഷൻ കൂടി കാണിക്കണം? ഈ ഒരു കണ്ടീഷൻ കൂടി കാണിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, ബൈ ദ ഡെഫിനിഷൻ ഓഫ് എപ്സിലോൺ നൈബർഹുഡ് വി എപ്സിലോൺ ഓഫ് എക്സ് വി ഗെറ്റ് വി എപ്സിലോൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് മൈനസ് എപ്സിലോൺ കോമ എക്സ് പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് എടുക്കാം. അതായത് നമ്മളൊരു എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എക്സ് എടുക്കണമല്ലോ. ആ എക്സ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇതായിരുന്നു, ഇവിടെ എവിടെയുള്ള ഒരു നമ്പറാണ്, റിയൽ നമ്പറിലുള്ളതാണ് എക്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ എക്സിൽ നിന്ന് ഒരു എപ്സിലോൺ കുറച്ചു, എക്സ് മൈനസ് എപ്സിലോൺ സ്മാൾ കുറച്ചു. ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു എക്സിൻ്റെ കൂടെ ഒരു എപ്സിലോൺ കൂട്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള തരത്തിൽ നമ്മളൊരു നൈബർഹുഡ് ചൂസ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടുത്തെ എന്ത് പറയുന്നത്? എപ്സിലോൺ നൈബർഹുഡ് എന്ന് പറയുന്നത് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് എൻ എന്ന് പറയുന്നത് ആദ്യം ഈ ഒരു പോർഷനിൽ ബിലോങ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ടായിരിക്കും അല്ലേ? എക്സ് മൈനസ് എപ്സിലോണിൻ്റെയും അതുമാതിരി തന്നെ എക്സ് പ്ലസ് എപ്സിലോണിൻ്റെയും ഈ രണ്ട് പോർഷൻ്റെ ഇടയിലായിട്ടായിരിക്കും നമുക്ക് എന്ത് വരിക? എക്സ് എന്നും വരിക. കാരണം നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ കണ്ടീഷൻ പ്രകാരം നമുക്ക് കണ്ടോ, അതായത് എക്സ് മൈനസ് എപ്സിലോൺ വിച്ച് ഇസ് ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് എൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പൺ ഇൻ്റർവെൽ, ഏതാണ് ഓപ്പൺ ഇൻ്റർവെൽ? എക്സ് മൈനസ് എപ്സിലോൺ കോമ എക്സ് പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് ബിലോങ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ ബിലോങ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതെന്ന് പറയുന്നത് വി എപ്സിലോൺ ഓഫ് എക്സ്, നമ്മൾ ആ ഓപ്പൺ ഇൻ്റർവെൽ തന്നെയാണ് എക്സിൻ്റെ ചെറിയൊരു എപ്സിലോൺ നൈബർഹുഡ് എടുത്തത് എന്ന് പറയും. ഇപ്പോൾ ഇതെന്താ ജസ്റ്റ് ഇങ്ങനെ സിംപ്ലി പറഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് എന്താണ് സിംപ്ലി അതായത് ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടായിരിക്കും കുറച്ച് കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഒരു സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 കണ്ടീഷനാണ് പറയാൻ പറ്റുക. എന്തൊക്കെയാണ്? ആദ്യം ഡെഫിനിഷൻ പ്രകാരം ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നില്ല. ഓക്കെ, അതായത് ഈ ഒരു കണ്ടീഷൻ ഈക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഷോ ചെയ്ത്, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് ഷോ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പറഞ്ഞ് കാണിക്കേണ്ടത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്ക് അടുത്ത തിയറം എന്താ പറയുന്നത് നോക്കാം. ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ലെറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ഇഫ് എ എൻ ഈസ് എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് ലിമിറ്റ് ഓഫ് എ എൻ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഇഫ് ഫോർ സം സി ഗ്രേറ്റർ ദാൻ 0, ഫോർ സം കോൺസ്റ്റൻറ്റ് സി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് സം എം ബിലോങ്സ് ടു എൻ വി ഹാവ് എന്താ കണ്ടീഷൻ എന്ന് പറയുന്നത്? മോഡ് എക്സ് എൻ മൈനസ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എ എൻ for all n which is greater than or equal to m, then it is follows that the limit of that sequence will be equal to x എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ എന്താ പറയണത്? ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ എക്സ് എൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്, അത് പോസിറ്റീവ് സീക്വൻസ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് സീക്വൻസ് ആവാം, എന്തും ആവാം. എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ, ആറിലുള്ള ഒരു നമ്പറും നമ്മൾ എടുത്തു അല്ലേ? അതായത് ഈ എക്സ് എൻ എന്ന് പറയുന്നത് എന്തിലോട്ടാണ് കൺവേർജ് ചെയ്യണേ? എക്സ് എന്ന് പറയുന്ന ആ പോയിന്റിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് ഇവിടെ വേറെ ഒരു സീക്വൻസ് എ എൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സീക്വൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോസിറ്റീവ് സീക്വൻസസ് മാത്രമായിട്ട് വരാൻ പറ്റുള്ളൂ അല്ലേ? എന്താ പോസിറ്റീവ് സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ടേംസ് ഒക്കെ പോസിറ്റീവ് ടേംസ് ആയിട്ട് വരും. സോ ദ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, അതായത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഇങ്ങനെയാണല്ലോ ആ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0ന് താഴത്തോട്ടുള്ളതും 0 മുകളിലോട്ടുള്ള. അപ്പോൾ പോസിറ്റീവ് റിയൽ സീക്വൻസ് പറയുമ്പോൾ ഈ
ഈ ഒരു പാർട്ടിൽ, അതായത് നമ്മുടെ എൻ്റെ ഇത് 0 ആണ് എടുത്തതെങ്കിൽ എൻ്റെ റിയൽ ലൈനിൻ്റെ ഈ ഒരു പാർട്ട് കിടക്കുന്ന സീക്വൻസുകളെയാണ് എടുക്കുന്നത്. ഇനി ആ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താ കൂടി ആയിരിക്കണം, ആ സീക്വൻസ് എന്ന് പറയുന്നത് 0 കൺവേർജസ് ആയിരിക്കണം, അല്ലെങ്കിൽ ദ ലിമിറ്റ് പോയിന്റ് ഓഫ് ദാറ്റ് സീക്വൻസ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പറയാൻ പറ്റണം. ഇനി നമ്മളൊരു കോൺസ്റ്റൻറ്റ് C ഗ്രേറ്റർ ദാൻ 0, ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് 10 അല്ലെങ്കിൽ 11 അങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുക്കുകയാണ്, എൻ്റെ ഏതൊരു M ബിലോങ്സ് ടു N ഉണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതായത് മോഡുലസ് ഓഫ് XN മൈനസ് X എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ M, അത് നമ്മളൊരു K എന്ന് പറഞ്ഞ മാതിരി തന്നെ ഏതൊരു M നമ്മൾ ചൂസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 100 ആണ് M ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100ന് ശേഷമുള്ള Nകൾക്ക് 100ന് ശേഷമുള്ള അതായത് 100.1 100.2 അപ്പോൾ അങ്ങനെയുള്ള ടേംസ്, അതായത് ആ സീക്വൻസിൻ്റെ ടേംസ്, അതായത് X100.1 X100.2 X100.3 അങ്ങനെ പോകുമ്പോൾ ആ ഓരോ ടേമിൻ്റെയും എക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിനേക്കാൾ കുറവായിരിക്കും, C ഇൻറ്റു AN എന്ന് പറയുന്നത്. അതായത് ആ പോസിറ്റീവ് ടേം സീക്വൻസിലെ nth ടേമും C ഇൻറ്റു A2. ഇപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണ് X100.1 പറയണമെങ്കിൽ മോഡുലസ് ഓഫ് X100.1 മൈനസ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഇൻറ്റു A100.1. ഇനി അടുത്ത് 100.2 ആകുമ്പോൾ അങ്ങനെ 100.3 ആകുമ്പോൾ അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ നമ്പേഴ്സിനും ഞാൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ ലിമിറ്റ് ഓഫ് ദാറ്റ് സീക്വൻസ്, ഏത് സീക്വൻസിൻ്റെ XN എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു X ആയിരിക്കും എന്നാണ് നമുക്കവിടെ പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൂഫ് പറയുന്നത് നോക്കാം. ചെറിയ പ്രൂഫാണ്, ഇതൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്കുള്ളത് എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുക. അപ്പോൾ മനസ്സിലാലോചിക്കണം, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 0നേക്കാൾ വലിയൊരു നമ്പർ ഏതായിരിക്കണം, ജസ്റ്റ് നമുക്ക് സിംപ്ലി ഒരു 0.1 എന്നെങ്കിലും പറയാൻ കിട്ടണം അല്ലേ, അല്ലെങ്കിൽ 0.01 അല്ലെങ്കിൽ 0.02 നമുക്ക് വേണമെങ്കിൽ 1 ചൂസ് ചെയ്യാം കേട്ടോ, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കാം. ദെൻ ലിമിറ്റ് ഓഫ് AN വിൽ ബി ഈക്വൽ ടു 0 അല്ലേ, നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. ലിമിറ്റ് ഓഫ് AN വിൽ ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 അല്ലേ, അതായത് നമുക്ക് AN എന്ന് പറയുന്ന ഒരു സീക്വൻസിന് നമ്മൾ പറയുന്ന ആ ഒരു എപ്സിലോണിന് ഗ്രേറ്റർ ദാൻ 0ക്ക് ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ K1. ആ K1 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ഞാൻ എങ്ങനെയായിട്ടാണ് ചൂസ് ചെയ്യുന്നത്, K ഇൻറ്റു എപ്സിലോൺ ബൈ C എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പ്രൂഫില്ലേ, നമ്മളിങ്ങനെ ഇരുന്ന് എഴുതി വരുമ്പോൾ പ്രൂഫിന് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വരുത്തണം. അപ്പോൾ അതിന് തരത്തിൽ ഒരുപാട് റിസർച്ചൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണല്ലോ നമ്മൾ തിയറി. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഇങ്ങനെയുള്ള തരത്തിൽ K ഒക്കെ ചൂസ് ചെയ്യണത്. അപ്പോൾ K1 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിട്ടാണ് ചൂസ് ചെയ്യുന്നത്, K ഇൻറ്റു എപ്സിലോൺ ബൈ 3 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലിമിറ്റ് ഓഫ് AN വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടത്, ലിമിറ്റ് XN വിൽ ബി ഈക്വൽ ടു X എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മോഡ് XN മൈനസ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ N ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K. അപ്പോൾ അതേമാതിരി ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മോഡ് AN മൈനസ് 0, ഇവിടുത്തെ ലിമിറ്റ് പോയിന്റ് ഏതായിരുന്നു 0 വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് എടുക്കേണ്ടത്. പക്ഷേ നമുക്ക് എപ്സിലോണിന് പകരം ഇവിടെ എന്താ ചൂസ് ചെയ്തിരിക്കുന്നത്, എപ്സിലോൺ ബൈ C എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കണം ഓരോ പ്രൂഫിൽ നമ്മൾ എങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ അറേഞ്ച്മെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു തരത്തിൽ എടുക്കുന്നത്. ഫോർ ഓൾ N വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്ന് പറഞ്ഞു. ഓക്കെ, ഓൾറെഡി നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഗിവൺ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ഏതാണ് C ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ആ C തന്നെയാണ് ഇവിടേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് M ബിലോങ്സ് ടു M, നമുക്ക് ഉള്ള കണ്ടീഷനും എന്താണ്, മോഡ് XN മൈനസ് എക്സ് വിച്ച് വിൽ ബി ലെസ് ദാൻ C ഇൻറ്റു AN. ഈ കണ്ടീഷൻ നമുക്ക് എന്താണ് തന്നതാണ്. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ലിമിറ്റ് ഓഫ് XN വിൽ ബി ഈക്വൽ ടു X എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ K എന്ന് പറയുന്നത് എന്തായിട്ട് ചൂസ് ചെയ്യാണ്, മാക്സിമം ഓഫ് ഇവിടെ ചൂസ് ചെയ്ത ഈ എമ്മും അതേമാതിരി തന്നെ ഇവിടെയുള്ള ഈ K1ൻ്റെ കൂടി മാക്സിമം ഏതാണോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, M ആണോ അല്ലെങ്കിൽ K1 ആണോ മാക്സിമം എങ്കിൽ ഏതാണോ മാക്സിമം വാല്യൂ അതായിട്ട് നമ്മൾ K ചൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ N ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K, N ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, N ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M ആയിരിക്കും. കാരണം എന്താ, എന്താ പറയുക, എമ്മിൻ്റെയും K1നേക്കാളൊക്കെ വലിയ സംഖ്യയാണ് എന്ത് വരിക, K വരിക, അല്ലെങ്കിൽ അതിനോട് ഏതിനെങ്കിലും ഒന്നിനോട് ഈക്വൽ ആയിട്ട് വരും. കാരണം നമ്മൾ മാക്സിമം ആയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വിച്ച് ഇംപ്ലൈ ആൻഡ് നമുക്ക് അതായത് N ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K എന്ന് പറഞ്ഞത് നമുക്ക് അതെന്ന് പറയാൻ പറ്റുന്ന രണ്ട് കണ്ടീഷനാണ്. ഏതൊക്കെയാണ്, N ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M എന്ന് പറയുന്നതും ആൻഡ് N ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 എന്ന് പറയുന്നതും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഏത് കണ്ടീഷനും നമുക്ക് തന്നിട്ടുണ്ട്, മോഡ് XN മൈനസ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഇൻറ്റു AN എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ കണ്ടീഷൻ കണ്ട മോഡ് AN മൈനസ് 0 വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ
ബൈ സി എന്നല്ലേ. അപ്പം നമുക്ക് അത് ഇസ് ഈക്വൽ ടു മോഡ് എ എൻ മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ് ഈക്വൽ ടു എന്തിന് വരിക, നമുക്ക് എ എൻ അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടുന്ന്, എ എൻ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ സി എന്ന് നമുക്ക് പറഞ്ഞൂടെ. ഓക്കെ, അപ്പോൾ അത് പ്രകാരമാണ് ഇവിടെ എ എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന്. ഇപ്പം നമുക്ക് ഈ ഒരു കണ്ടീഷനും ഉണ്ട് നമ്മുടെ കയ്യിൽ. ആൻഡ് എ എൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്നാണ്. അപ്പം നമ്മൾ ഇനി എ എന്നിന് പകരം ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3, സോറി എപ്സിലോൺ ബൈ സി എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കുകയാണ്. സോ നമുക്ക് എന്ത് കിട്ടും, mod xn minus x which is less than epsilon into epsilon by c എന്ന് വരും. അപ്പോൾ ഈ എപ്സിലോണോടും ക്യാൻസൽ ചെയ്ത് സോറി സിയും സിയും കൂടിയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും, mod xn മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമുക്കിപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്, മോഡ് എക്സ് എൻ മൈനസ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എപ്പോൾ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ അത് പറഞ്ഞാൽ എൻ്റെ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ ആണ് അല്ലേ. അത് പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, അപ്പോൾ ലിമിറ്റ് എക്സ് എൻ വിൽ ബി ഈക്വൽ ടു എക്സ്. ഇങ്ങനെ ഇത് എഴുതുന്നത്, അതായത് നമുക്ക് ഇതാണ്ട മോഡ് എക്സ് എൻ മൈനസ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഓഫ് ദിസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ എന്താണ് മൈനസ് ഓഫ് എന്താണോ എഴുതിയിട്ടുള്ളത് അതേ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അടുത്ത തിയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് തിയറാണ്. നമുക്കൊരു സീക്വൻസ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ സീക്വൻസ് നമുക്ക് കൺവേർജൻ്റ് ആണോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെറിയ കാര്യം, നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങേണ്ട ബേസിക് ഡെഫിനിഷൻസിൽ നിന്ന് നമ്മൾ തുടങ്ങി പോകേണ്ടത്. അപ്പോൾ ഈ ചില സീക്വൻസൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി നോക്കി ചിലവരൊക്കെ കാണാൻ കുറച്ചൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഒരു സീക്വൻസ് കൊടുത്താലും പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ പറയണേ, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ ഇതിങ്ങനെ പറയുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ചോദിക്കുമ്പോഴും ആ സീക്വൻസ് കൺവേർജൻ്റ് ആണല്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തിയറംസ് ഒക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അടുത്ത തിയറം പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഏതൊരു കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നതൊക്കെ എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ബൗണ്ടഡ് ആണോ എന്നത് കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമുക്ക് ബൗണ്ടഡ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ബൗണ്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സീക്വൻസ് ഇനി കൺവേർജസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടി പറയാൻ കിട്ടണം, അത് ബൗണ്ടഡ് ആണ് എന്ന് കൂടി പറയാൻ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇനി ബൗണ്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ സീക്വൻസ് എന്താ, ബൗണ്ടഡ് അല്ല എങ്കിൽ അത് നമുക്ക് കൺവേർജൻ്റ് അല്ല എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ ബൗണ്ടഡ് ആയതുകൊണ്ട് കൺവേർജൻ്റ് ആയിക്കോണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഏതൊരു കൺവേർജൻറ്റ് സീക്വൻസ് ആണ് ഉള്ളതെങ്കിൽ അത് ബൗണ്ടഡ് ആണ്. ഇപ്പോൾ ഒരു സീക്വൻസ് ബൗണ്ടഡ് അല്ലാത്ത സീക്വൻസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഇത് പറയാൻ പറ്റും, ഇതെന്തല്ല കൺവേർജൻ്റ് അല്ല എന്ന് പറയും. അപ്പോൾ ആ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രൂഫ് എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലൂടെയാണ് പറയുന്നത്. ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് വിച്ച് കൺവേർജസ് ടു എക്സ് എന്ന് പറയും അല്ലേ. നമുക്ക് എടുക്കുന്നത് എന്താ, ഒരു കൺവേർജൻറ്റ് സീക്വൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണ് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് വിച്ച് വിൽ ബി കൺവേർജസ് ടു എക്സ് എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ലിമിറ്റ് എക്സ് എൻ വിൽ ബി ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. ലിമിറ്റ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ മനസ്സിലോട്ട് എന്തായാലും നമുക്ക് വരേണ്ടത് മോഡ് എക്സ് എൻ മൈനസ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ അത് നമ്മുടെ മനസ്സിലോട്ട് വരണം. ഇനി വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഉള്ള തരത്തിലോട്ട് വരണം. അപ്പോൾ ഈ ഒരു വേർഡ് കാണുമ്പോൾ, അതായത് എ സീക്വൻസ് എക്സ് എൻ വിൽ ബി കൺവേർജസ് ടു എക്സ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഈ ഒരു ടേം വരണം. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടേം നമ്മുടെ മനസ്സിലോട്ട് എന്ത് വരണം, മോഡ് എക്സ് എൻ മൈനസ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയുന്ന കണ്ടീഷൻ വരണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് 1 ആയിട്ട് ചൂസ് ചെയ്യാണ്. ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ പറയണം, അതാണ് കെ ഇസ് ഈക്വൽ ടു കെ ഓഫ് 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, മോഡ് എക്സ് എൻ മൈനസ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇവിടെ എപ്സിലോൺ പറഞ്ഞ് ഞാൻ എന്ത് ചൂസ് ചെയ്തു എന്നല്ലോ, 1 എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെയുള്ളൂ. ഇനി നമുക്ക് മോഡ് എക്സ് എൻ എന്ന് പറയുന്നത് നമ്മൾ അതവിടെ നിർത്തി. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ പറയുകയാണ്, മോഡ് എക്സ് എൻ ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യുകയാണ്, എക്സ് എന്നിൻ്റെ കൂടെ ഒരു എക്സ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മോഡ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് എക്സ്. നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്ത്, എങ്ങനെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്ത്, ഇതൊരു ടേമും ഇത് വേറൊരു ടേമും ആയിട്ട് കൺസിഡർ ചെയ്ത്, അപ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, മോഡ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ന് പറയാൻ പറ്റും അല്ലേ. ഓൾറെഡി നമുക്കിവിടെ അറിയുന്ന കാര്യമാണ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താ, വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇത് എന്ത് വരിക്കും, വിച്ച് ഈസ് ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ് എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മോഡ് എക്സ് എൻ വിച്ച് ഈസ് ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നത്. ഇനി നമ്മൾ എം എന്ന് പറയുന്ന ഒരു നമ്പർ എന്താണെന്ന് പറയുന്നത് ചൂസ് ചെയ്യാണ്. എം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സിമം ഓഫ് എന്താണ്, മോഡ് എക്സ് 1 മോഡ് എക്സ് 2 എക്സെട്ര മോഡ് എക്സ് കെ മൈനസ് 1 1 പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സീക്വൻസിൻ്റെ ഉള്ള ഒരുപാട് ടേം, അതായത് ഈ കെൻ്റെ തൊട്ട് താഴെ വരെ ഉള്ളത്, കെന് ശേഷം ഇതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കെൻ്റെ തൊട്ട് താഴെ വരെയുള്ള നമ്പർ ഉണ്ടാവില്ല, ഏത് വരെ 1 മുതൽ K-1 വരെയുള്ള നമ്പർ. അപ്പോൾ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് സീക്വൻസിൽ ഓരോ നമ്പർ x1 x2 x3 എക്സെട്ര xk-1 എന്ന് പറയുന്ന ടേം ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ മോഡുലസ് കൊടുക്കുക. പിന്നെ നമ്മൾ ഏതെടുക്കാം, ബാക്കിയുള്ള ടേംസ് എന്നിന് മുകളിൽ, അതായത് എന്നിൻ്റെ മുകളിലോട്ടുള്ള എല്ലാ നമ്പേഴ്സും എന്താ സംഭവിക്കുന്നത്, വിച്ച് ഈസ് ലെസ് ദാൻ, അതായത് നമുക്കിപ്പോൾ x1, x2, x3, എക്സെട്ര xk-1 കാര്യമാണ് അവിടെ ഉള്ളത്, അത്രയും ടേംസ് അവിടെ. പിന്നെ കെൻ്റെ മുകളിലോട്ടുള്ള ഏതൊരു നാച്ചുറൽ നമ്പറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മോഡ് x എന്ന് പറയുന്നത് എന്തിനേക്കാളും ചെറുതായിരിക്കും, 1 + മോഡ് x-നേക്കാളും ചെറുതായിരിക്കും. ഇത്രയും കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, മോഡ് x1, മോഡ് x2, അതുമാതിരി എക്സെട്ര ഏത് വരെ വേണം, മോഡ് xk-1 വരെയുള്ള ടേമുകളുടെ മോഡുലസിൻ്റെയും, പിന്നെ ഇത് നമ്മൾ അടുത്തിട്ട് ഇനി ബാക്കിയുള്ള എന്നിന് മുകളിലോട്ടുള്ള ഇനി ഓരോന്നിൻ്റെയും മോഡ് പറയണോ, വേണ്ട. അതെന്താണ്, കാരണം xn, അതായത് ഒരു ആ എന്നിന് മുകളിലോട്ടുള്ള എല്ലാ ടേംസും ഇതിനേക്കാളും ചെറുതാണ് എന്നാണ് നമ്മളിവിടെ കണ്ടീഷൻ എഴുതി വെച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്നാൽ അടുത്ത ടേം ഏതെടുക്കാം, 1 + മോഡ് x എടുക്കുക. അതിൻ്റെ മാക്സിമം, ഇത്രയും ടേംസിൻ്റെ മാക്സിമം ആയിട്ട് നമ്മൾ m ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സീക്വൻസിലെ എല്ലാ ടേംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ എമ്മിനേക്കാൾ താഴെയായിരിക്കും എന്ന് പറയാൻ പറ്റും അല്ലേ. നമ്മുടെ xn എന്ന് പറയുന്ന ഒരു സീക്വൻസ്, അത് നമ്മൾ xn എന്ന് പറയുന്ന സീക്വൻസിന് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ. ഇതിനെ നീട്ടി പരത്തി എഴുതുകയാണെന്നെങ്കിൽ നമുക്ക് x1, x2, x3, എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാണ്ട്. അപ്പോൾ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും, മോഡ് xn എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർ ഓൾ n ബിലോങ്സ് ടു n, ഏതൊരു n എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ള ഒരു സീക്വൻസിൻ്റെ എല്ലാ ടേംസ് എന്ന് പറയുന്നതും ഒരു ഫിക്സഡ് നമ്പറിനേക്കാളും താഴെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇന്ന് ഡെഫിനിഷൻ പ്രകാരം പറയാൻ പറ്റുക, ആ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. എങ്ങനെ നമ്മൾ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞത്, അതായത് റേഞ്ച് സെറ്റിലുള്ള എല്ലാ എലമെൻസും ബൗണ്ടഡ് ബൈ എ ഫിക്സഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ, റേഞ്ച് സെറ്റിലുള്ള എലമെൻറ്റ്സ് ഏതായിരുന്നു, x1, x2, എക്സെട്ര xn എന്ന് പറഞ്ഞ്, അതാണ് മോഡുലസ് ഓഫ് എല്ലാ ടേമിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു m അല്ലേ. നമ്മൾ ബൗണ്ടഡ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ പോയിട്ട് നോക്കുക അവിടെ. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ദാറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്, ഹെൻസ് ഇറ്റ് ഈസ് ഫോളോസ് ദാറ്റ് എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക, ഏതൊരു കൺവേർജൻറ്റ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ആ കൺവേർജൻറ്റ് സീക്വൻസ് ഒക്കെ എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ പറയാനുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഞാൻ തിരിച്ചു നോക്കട്ടെ. ബൗണ്ടഡ് ഞാൻ നേരത്തെ പറഞ്ഞു, കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതെന്തായിരിക്കും, ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണോ എന്ന് നോക്കാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ പറയുകയാണെങ്കിൽ ഒരു സീക്വൻസ് തന്നിട്ട് ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പറയാം അത് ബൗണ്ടഡും ആയിരിക്കും. പക്ഷേ അപ്പോൾ ഞാൻ പറയും ബൗണ്ടഡ് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് കൺവേർജൻ്റ് അല്ലാന്ന്. പക്ഷേ ബൗണ്ടഡ് ആയി എന്നുള്ളത് കൊണ്ട് ഇത് കൺവേർജൻ്റ് ആയി എന്ന് പറയാൻ പറ്റും, ഇല്ല അല്ലേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ദ കോൺവേഴ്സ് ഓഫ് ദ എബവ് തിയറം ഈസ് നോട്ട് ഹോൾഡ് എന്ന് പറഞ്ഞത്. അതായത് ബൗണ്ടഡ് എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബൗണ്ടഡ് സീക്വൻസസ് ആർ കൺവേർജൻ എന്ന് നമുക്ക് ഇല്ല. എന്തേ ഉള്ളൂ, കൺവേർജൻറ്റ് സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ബൗണ്ടഡ് ആണ്. നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിമാർക്കും എക്സാമ്പിൾസൊക്കെയാണ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിമാർക്കും എക്സാമ്പിൾസൊക്കെ നല്ല ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ കോൺവേഴ്സ് ഓഫ് ദ എബവ് തിയറം. അപ്പോൾ എന്താ കോൺവേഴ്സ് ഓഫ് ദ എബവ് തിയറം എന്ന് പറഞ്ഞാൽ, ഒരു സീക്വൻസ് ബൗണ്ടഡ് ആയി കഴിഞ്ഞാൽ അത് കൺവേർജൻ്റ് ആയിക്കോണമെന്നില്ല, പക്ഷേ കൺവേർജൻ്റ് ആണെന്നെങ്കിൽ ബൗണ്ടഡ്. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയണ്ടേ. ഓക്കെ, അപ്പോൾ ആ സീക്വൻസ് പറയുന്നത് 1 - 1 1 - 1 1 - 1 എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് എടുത്തു. അപ്പോൾ ഈ സീക്വൻസിലെ എല്ലാ ടേംസും എന്തിൻ്റെ ബിറ്റ്വീനാണ് കിടക്കുന്നത്, 1-ൻ്റെയും -1-ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത്. ഇനി വേണ്ട, നിങ്ങൾ എടുത്തോ, -2-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണല്ലേ ഈ സീക്വൻസിലെ എല്ലാ ടേംസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഈ ഒരു സീക്വൻസിലെ എല്ലാ ടേംസും -2-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക, -2 എന്ന് പറയുന്നത് ലോവർ ബൗണ്ടും 2 എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടും ആണെന്നൊക്കെ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്താ, അതായത് ഈ സീക്വൻസിലെ എല്ലാ ടേംസ് എന്ന് പറയുന്നതും എന്താണ്, 2-ൻ്റെയും -2-ൻ്റെയും ഇടയിൽ കിടക്കുമെന്ന് പറഞ്ഞാൽ ആ സീക്വൻസ് എന്താണ്, ബൗണ്ടഡ് ആണ്. പക്ഷേ ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണോ, അല്ല അല്ലേ. നമുക്ക് പറയാൻ പറ്റുമോ, ഒരു പെർട്ടിക്കുലർ എന്നിന് ശേഷമുള്ള ഒരു ടൈൽ എടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ, ഇല്ല അല്ലേ. ഇതെന്താ കാരണം, 1 - 1 മിക്സഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നേരെ മറിച്ച് നമുക്ക് ഒരു ഫിക്സഡ് ടേമിന് ശേഷമുള്ള എല്ലാ ടേംസും 1 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഈ സീക്വൻസ് 1-ലോട്ട് കൺവേർജ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് അത്യാവശ്യം തന്നെ നമുക്ക് നോക്കിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത തിയറംസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കാം. ഓക്കെ.